ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ അമ്മമാരെ, ഇന്ന് നാം ദുഃഖവെള്ളി ആചരിക്കുകയാണ്. കാൽവരി മലയിലെ കുരിശിൽ വിരിഞ്ഞ ആ വലിയ സ്നേഹത്തെയും ത്യാഗത്തെയും നാം ഓർമ്മിക്കുന്ന ദിനം. കഴിഞ്ഞ സന്ദേശത്തിൽ നാം പെസഹായെക്കുറിച്ച് ചിന്തിച്ചതുപോലെ ഈ ദുഃഖവെള്ളിയിലും ഒരു അമ്മ എന്ന നിലയിൽ നമുക്ക് പഠിക്കാനും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാനും കഴിയുന്ന 3 വലിയ പാഠങ്ങളുണ്ട്. ഒന്നാമതായി, കുരിശിൻ ചുവട്ടിൽ തളരാതെ നിന്ന അമ്മ. കാൽവരിയിലെ ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ച സ്വന്തം മകൻ കുരിശിൽ കിടന്ന് പിടയുന്നത് നിസ്സഹായിയായി നോക്കി നിൽക്കേണ്ടി വന്ന പരിശുദ്ധ അമ്മയെയാണ്. സങ്കടങ്ങൾ നെഞ്ചുളർക്കുമ്പോഴും ആ കുരിശിൻ ചുവട്ടിൽ അവൾ തളർന്നു വീണില്ല. കണ്ണീരോടെയാണെങ്കിലും അവൾ ഉറച്ചു നിന്നു. പ്രിയ അമ്മമാരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സഹനങ്ങളുടെ എത്രയോ കാൽവരികൾ ഉണ്ടാവാറുണ്ട്. മക്കളുടെ അസുഖങ്ങൾ, പഠനകാര്യങ്ങളിലെ ആശങ്കകൾ, കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. അപ്പോഴൊക്കെ തളർന്നു പോകാതെ സങ്കടങ്ങളുള്ളിൽ ഒതുക്കി കുടുംബത്തിന് താങ്ങായി നിൽക്കാൻ കുരിശിൻ ചുവട്ടിലെ ആ അമ്മ നമുക്ക് വലിയൊരു മാതൃകയാണ്. രണ്ടാമതായി, കുരിശിൽ നിന്നുള്ള ക്ഷമിക്കുന്ന സ്നേഹം. തന്നെ ക്രൂശിച്ചവരോട് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. ഒരു കുടുംബത്തിൽ പലപ്പോഴും ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്നതും വേദനിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കേണ്ടി വരുന്നതും അമ്മമാർക്കാണ്. ആ സമയത്ത് ദേഷ്യപ്പെടാനല്ല, മറിച്ച് ക്ഷമിക്കാനും അവരെ വീണ്ടും സ്നേഹിക്കാനുമാണ് കുരിശിലെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. മുറിവേറ്റാലും ക്ഷമിക്കാൻ കഴിയുന്ന അമ്മമാർക്ക് മാത്രമേ ഒരു കുടുംബത്തെ നന്നായി ചേർത്ത് പിടിക്കാൻ കഴിയൂ. മൂന്നാമതായി, കുടുംബത്തിന് വേണ്ടിയുള്ള കുരിശുകൾ. ഈശോ ആ വലിയ കുരിശ് ചുമന്നത് അവിടുത്തെ തെറ്റുകൾ കൊണ്ടായിരുന്നില്ല, മറിച്ച് നമ്മോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും യാതൊരു പരാതിയും പറയാതെ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഓരോ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ദൈവത്തിനു മുമ്പിൽ വലിയൊരു പ്രാർത്ഥനയാണ്. നിങ്ങൾ ചിന്തുന്ന ഓരോ തുള്ളി കണ്ണീരും ചൊരിയുന്ന വിയർപ്പും ഒരിക്കലും വ്യർത്ഥമാകില്ല. ആ സഹനങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ വിലയുണ്ട്. സ്നേഹം നിറഞ്ഞ അമ്മമാരെ, ദുഃഖവെള്ളിയുടെ ഈ ദിനം നമ്മെ നിരാശരാക്കാനുള്ളതല്ല, മറിച്ച് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സഹനങ്ങളോട് നമ്മളുടെ സങ്കടങ്ങളെയും കുടുംബത്തിലെ പ്രതിസന്ധികളെയും ചേർത്ത് വെക്കാനുള്ളതാണ്. കുരിശില്ലാതെ ഉയർപ്പില്ല എന്ന് നമുക്ക് ഓർക്കാം. വരാനിരിക്കുന്ന വലിയ സന്തോഷങ്ങൾക്കായി പ്രത്യാശയോടെ കാത്തിരിക്കാൻ ഈ സഹനദിനം നമുക്ക് കരുത്തേകട്ടെ. മാതൃവേദിയിലെ എല്ലാ അമ്മമാർക്കും പ്രാർത്ഥനാപൂർവ്വം ദുഃഖവെള്ളിയുടെ ഓർമ്മകൾ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി.